നമ്മൾ നമ്മുടെ തറവാടായ RP മാളിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈസി ബൈയിലേക്ക് പോവാം. ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. നമ്മളെപ്പോ വന്നാലും ആരും കാണത്തില്ല ഇതിനകത്ത്. അങ്ങനെ നമ്മള് കുറെ നാളായി നമ്മുടെ തറവാട്ടിൽ നിന്ന് വീഡിയോ എടുത്തിട്ട്. അതെ, നമ്മൾ ഈ ഇടയ്ക്ക് നമ്മളൊരു ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി. നമ്മൾ ഒട്ടും വിചാരിച്ചില്ല. നമ്മൾ രാവിലെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ചോറും പരിപ്പ് പപ്പടം ചിക്കൻ കറി ചിക്കൻ ഫ്രൈ എല്ലാം തയ്യാറാക്കി അല്ലേ? അവിയലും ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റ് ആയിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇന്ന് വിശേഷം എന്താന്ന് പറഞ്ഞ നേട്ടന്റെ ബർത്ത്ഡേ. അതെ, അങ്ങനെ ബർത്ത്ഡേ ആയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനെ ചിലപ്പം കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് ആക്ച്വലി ആഘോഷമൊന്നും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അങ്ങനൊന്നും ഇല്ല. നമ്മൾ വിചാരിച്ച് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാന്ന് വിചാരിച്ചു. വെക്കണ്ട, ഫുഡ് മേടിക്കാം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പം നല്ല അടിപൊളി ചോറ്, പിന്നെ പരിപ്പ് കറി, പിന്നെ പപ്പടം, ചിക്കൻ കറി, അവിയല്, ഫ്രൈ. അപ്പൊ കഴിക്കട്ടെ. നമ്മളെ കൊച്ചിയിൽ പോയ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? അടിപൊളിയല്ലായിരുന്നോ? നമ്മളെ കൊല്ലത്തെക്കാട്ടിയും അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറവുണ്ട് കേട്ടോ. നല്ല കുറവുണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ്. ചിക്കൻ കറിയൊക്കെ എടുത്ത് കൂട്ട്. അതെന്താണെന്നറിയോ? പരിപ്പും പപ്പടവും ഇരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പരിപ്പും പപ്പടവും അവിയലും കൂട്ടി കഴിച്ചിട്ട് പിന്നെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. ചിക്കൻ കറിയിൽ കിടക്കുന്നേ അച്ചാറുണ്ടായിരുന്നു. അച്ചാർ എടുത്തില്ല. അച്ചാർ എടുത്തില്ല. നമ്മൾ ചിക്കൻ കറിക്കകത്തേ കിടക്കുന്ന തേങ്ങാക്കൊത്ത് വയ്ക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതെ, നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം എന്തായാലും ഇത് വെച്ചിട്ടാണ് അച്ഛനെ കാണിച്ചു തരാം. ഞാനൊരു കോലമായിരിക്കുകയാണ്. അതിലും വലിയ കോലമായിട്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ? രാവിലെ തൊട്ട് നമ്മൾ ഓട്ടപ്രദക്ഷിണം. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾക്കൊരു എന്തുണ്ടായിരുന്നു, ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിന് ഡ്രസ്സ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് എല്ലാം നമുക്ക് സമയം കിട്ടിയില്ല. അതാണ് മെയിൻ പ്രശ്നം. എല്ലാം ഒക്കെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇട്ട് നോക്കിയും ബാക്കി അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അച്ഛനെ കാണിച്ചു തരാം. അതെ, മേക്കപ്പൊന്നുമില്ല. ഫുഡ് കഴിക്കുക. അതെ, ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാണാം അല്ലേ? ഓക്കെ. ബർത്ത്ഡേ ബോയ് വന്നിരിക്കുകയാണ്. ബർത്ത്ഡേ ഡ്രസ്സാണോ ഇത്? വെറൈറ്റി ഡ്രസ്. ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ സ്പെഷ്യൽ. ഇതൊരു കസ്റ്റം മെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ? അതെ, അങ്ങനത്തെ സംഭവമാണ് ഇത്. നമ്മുടെ കൊല്ലത്ത് കിട്ടത്തില്ല. കൊല്ലത്ത് കിട്ടത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ പേജിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. സംഭവം അതിനകത്തേ കിട്ടുള്ളൂ. സാധനം അടിപൊളിയാട്ടോ. എനിക്ക് നല്ല കംഫർട്ട് ഉണ്ട്. ഇട്ടിട്ടൊക്കെ നല്ല ഡ്രസ്സുണ്ട്. നമ്മള് ബീച്ച് ഓർക്കിഡില് ക്രിസ്മസ് വില്ലേജ് ഇല്ലായിരുന്നു, അത് വന്നപ്പം മേടിച്ചാ. അതൊരു യൂണിക് സാധനമായിരുന്നു. കുറച്ച് പീസ് എന്ന് വെച്ചാൽ സെലക്ടഡ് പീസ്, 1-2 പീസ് അങ്ങനെയൊക്കെ വരത്തില്ലേ? അതേ കണക്കുള്ള ഒരു കസ്റ്റം ചെയ്തൊരു സംഭവമാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കുക. എങ്ങനെയുണ്ട്? കൊള്ളാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പം കേക്ക് കണ്ടോ? നമ്മള് ബേക്ക്ഡിൽ നിന്നാണ് കേക്ക് മേടിച്ചത്. അവരിപ്പം സ്പെഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത കേക്കാണ്. പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടൊരു കേക്കായത്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇതിന്റെ പേരെന്തുവായിരുന്നു? പേര് ഞാൻ പറഞ്ഞു, എന്തോ ഹണി എങ്ങാണ്ട എന്തോ ഒരു സംഭവം. നമ്മൾ എന്തായാലും പറയാതെ കട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഞാൻ പേരൊക്കെ പിന്നെ പറയാം. എന്തായാലും കട്ട് ചെയ്തിട്ട് പറയാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചു. നല്ല തണുപ്പുണ്ട്. തണുപ്പ് വന്നതിന് കട്ട് ചെയ്യാം. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഏട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു. കുഞ്ഞൊരു പീസ് കട്ട് ചെയ്ത്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പം കുഞ്ഞൊരു പീസ് കട്ട് ചെയ്തോളൂ. പിന്നെ ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കുമായിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു പീസ് ഞാൻ നിങ്ങൾക്ക് തരാം അല്ലേ? അതെ. അപ്പം ഇനി ഇത് ഫുൾ ഈ കേക്ക് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. പുതിയൊരു കേക്കാണ്, ലോഞ്ച് ചെയ്താൽ. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് പറയാം. അപ്പോൾ ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കട്ടെ. അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര നാണോ, അതുകൊണ്ട് കൊടുത്തിട്ട് വരാം. അങ്ങനെ ഏട്ടന്റെ ബർത്ത്ഡേയുടെ രണ്ടാമത്തെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുക. നമ്മളല്ല, ഏട്ടൻ കട്ട് ചെയ്യാനായിട്ട് പോവുക. ഒരു മിനിറ്റ്
ഇപ്പൊ അങ്ങനെ ബർത്ത്ഡേ ബോയുടെ രണ്ടാമത്തെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുക. അതെ, കട്ട് ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. താങ്ക് യു. കട്ട് ചെയ്യട്ടെ? കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഏട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. എങ്ങനെയുണ്ട്? ഇത് നമ്മൾ മേടിച്ച കോഫിയുടെ കേക്കാ. കൊള്ളാം കേട്ടോ. നല്ല കോഫി ഫ്ലേവർ. കോഫി ഫ്ലേവർ. ഒരു കാപ്പച്ചിനോയുടെ ഒരു കറക്റ്റ്, കാപ്പച്ചിനോയുടെ കറക്റ്റ്. കാപ്പച്ചിനോ ഫ്ലേവർ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. വെട്ടത്തിന്റെ ഒരു പ്രശ്നമാണ്. സോറി. അപ്പം നമ്മൾ ചെറിയ പരിപാടി ഉണ്ട്, അതിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ തവണ നല്ലതുപോലെ ഒന്ന് ആഘോഷിക്കാൻ പറ്റില്ല. കേക്ക് വേണം. അടിപൊളി. സുന്ദരിയായിട്ടുണ്ടല്ലോ. ഒന്ന് ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുത്തേ. കോസ്റ്റ്യൂം ഡിസൈൻഡ് ബൈ അച്ചു. വളരെ പെട്ടെന്നായിരുന്നു അല്ലേ സംഭവം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മേടിച്ചിട്ട് പിന്നെ എന്ത് ചെയ്ത് പിന്നെ വർക്ക് ചെയ്ത് അതാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ കുറച്ച് താമസമൊക്കെ. ഈ യോക്ക് വർക്കെല്ലാം നമ്മൾ ചെയ്തതാണ്. ഈ യോക്ക് വർക്ക് ഇതിൽ ആ യോക്ക് വർക്കിൽ ഫുള്ള് ഞാനാണ് ചെയ്തത്. യോക്ക് വർക്ക് അല്ലേ, ഞാനാ ഫുള്ള് യോക്ക് വർക്ക് ചെയ്തത്. സ്കാൽപ്പ് ലേസ് വെച്ചു. പിന്നെ ഷോള് നമ്മൾ വേറെ മേടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. പക്ഷെ ഒരബദ്ധം പറ്റി. അത് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റിച്ച് ചെയ്തെടുത്ത് തന്നെ അവർ ചെയ്തു തന്നെ കേട്ടോ. അപ്പോൾ ചെറിയൊരു ചേഞ്ച് വന്നു കളർ. നമ്മൾ ഓഫ് വൈറ്റാണ് പറഞ്ഞത്. കറക്റ്റായിരുന്നു, അറിയാൻ പറ്റിയില്ല, കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അടിപൊളി ഒരു റിസോർട്ടാട്ടോ. സംഭവം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ആ കല്യാണത്തിന് വന്നപ്പോഴത്തേക്ക് അവിടെ കല്യാണം നടക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ വന്ന് ഫോട്ടോസും നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത കേട്ടോ. നല്ല അടിപൊളി റിസോർട്ട്. അങ്ങനെ എടുത്താൽ കൊള്ളയില്ലടാ. അതിൽ അച്ഛനൊരു അബദ്ധവും പറ്റി. നമ്മുടെ അടുത്ത് വിളിച്ച് പറഞ്ഞ് ലൈറ്റ് കളർ വേണമെന്ന്. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു, ലൈറ്റ് കളേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വൈറ്റ്, പ്യുവർ വൈറ്റ് എടുത്ത് നമുക്കിത് ഡൈ ചെയ്ത് ബ്ലാക്ക് ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഇത് ഡൈ ചെയ്ത് ഏത് കളർ ആക്കണമെന്ന് കമൻറ്റ് ചെയ്യില്ലേ. ഏത് കളർ ആക്കണമെന്ന് കമൻറ്റ് ചെയ്യും. അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഫുള്ളായിട്ട്. അടിപൊളിയല്ലേ? ഒന്ന് കാണിച്ചു കൊടുത്തേ. സാധനം നമ്മളിനി ഏത് കളറായിട്ട് കൺവേർട്ട് ചെയ്യണം, ഡൈ ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല, എവിടെയെങ്കിലും നല്ലതുപോലെ ഡൈ ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അല്ലേ, ഡൈ ചെയ്യുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന്, നമ്മുടെ കൊല്ലത്തൊന്നും അറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവും. നമ്മൾ എന്തായാലും ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറയണം കേട്ടോ. അവിടെ ബാക്കിൽ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഇച്ചിരി സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്നെ കാണിച്ചില്ല. ഏട്ടൻ്റെ ഡ്രസ്സ് ഇതാണ്. ഞാൻ ആദ്യമായിട്ടോ ഇത്രയും ലൈറ്റ് ഡ്രസ്സ്. ആ ലൈറ്റിന് മുമ്പ് ലൈറ്റ് ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറേ നാൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, സ്ഥിരമായിട്ട് ഞാനിങ്ങനെ ലൈറ്റ് ഡ്രസ്സ് ഇങ്ങനെ യൂസ് ചെയ്യാറില്ല. അതേകണക്ക് തന്നെ ജീൻസും അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഞാൻ ജീൻസ് യൂസ്. നമ്മൾ കൂടുതൽ ഇടുന്നത് ഷോർട്സ് ആട്ടോ. എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയത് നമ്മുടെ ഷോർട്സ് ഇട്ട് നടക്കണം. എനിക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിട്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷെ ഇപ്പം ബട്ടനൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വന്നപ്പം ഫുൾ സ്ലീവ് ഒക്കെ ആയിരുന്നു. ഫുൾ സ്ലീവ് ഒന്നും നല്ല രസമായിരുന്നു. ഫുൾ സ്ലീവ് ഇട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അതൊന്നും ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഇങ്ങനെ കൊള്ളത്തില്ല. അതുപോലെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് എങ്ങനെയുണ്ട്? കൊള്ളാം. കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ റിസോർട്ട് ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ അവിടെ നിൽക്കുക. നമ്മുടെ ഈ റിസോർട്ടിൻ്റെ കുറച്ച് ഭാഗമെങ്കിലും കാണിച്ചു തരാൻ പറ്റും. കാണിച്ചു തരാം അല്ലേ. സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ബാക്കിൽ കായൽ, ആ ഭാഗത്ത് വരുന്നത് കായലാണ് കേട്ടോ. ആ ഭാഗത്ത് കായൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ച് ലോണും കാര്യങ്ങളും, പിന്നെ അവിടെ കുറച്ച് കളിക്കുന്ന സംഭവങ്ങളും. നമുക്ക് വൈകിട്ടൊക്കെ പോയിരിക്കും. ഇപ്പോൾ നല്ല വെയിൽ, ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കുറേ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി കിട്ടില്ല സ്ഥലം. അവിടെ നിന്നു തമിഴിൽ വരെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. അങ്ങനൊരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാലൻസ് കുറച്ച് ഭാഗം നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഭാഗം എനിക്ക് ഈ വീഡിയോയിൽ അച്ഛനെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഏഞ്ചൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. ട്രോളു അത് കൈ താന്നേ ഉള്ളൂ. അത് വിഷയമുള്ളവരില്ല. പക്ഷെ വിഷമമായിപ്പോയി. ഇവിടെ വന്നപ്പോൾ കളർ മാറിപ്പോയി. അത് അച്ഛന് ഭയങ്കര സെഡായിപ്പോയി. ഈ സംഭവം എടുത്തറിയിക്കുന്നു. ഒരു വ്യത്യാസം അറിയിക്കുന്നല്ലേ. ഒന്ന് നടന്നു ഫുള്ളൊന്ന് കാണട്ടെ. അത്ര ഉണ്ട്. അയ്യോ, ഇത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു സംഭവമല്ല. എത്ര മീറ്റർ ഉണ്ടാ താഴത്തെ? നമ്മൾ ആ മറ്റേ ഇത് ലേസ് വെക്കാൻ വേണ്ടിയിട്ട് എത്ര 7.5 മീറ്ററോ 7.75 മീറ്റർ ഉണ്ട്.
ഫ്രോക്ക് ഉണ്ട്. എൻ്റെ പൊന്നോ, ഞാൻ വിചാരിച്ച് ഇപ്പം തീരുമെന്ന്. വെളുപ്പിനെയായി ഈ പണ്ടാരം ഞാൻ തീർന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ അച്ചു ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത്. പിന്നെ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന എന്തുവായിരുന്നു അറിയോ? സ്റ്റോൺ ഒട്ടിക്കുന്നത് കാണുന്നില്ല. പിന്നെ ഞായറാഴ്ച കണ്ട് സ്റ്റോണും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറേ കഷ്ടപ്പെട്ട് സ്റ്റോണൊക്കെ സെറ്റ് ചെയ്തെടുത്ത് പിന്നെ അങ്ങനെ ചെയ്തെടുത്തപ്പോൾ ഒരുപാട് സമയം എടുത്തു അല്ലേ. അപ്പോൾ കുറേ ബുദ്ധിമുട്ടി. അങ്ങനെ എന്നാലും കുഴപ്പമില്ല, സെറ്റാക്കി എടുത്തു. പിന്നെ കുറച്ച് മേക്കപ്പൊക്കെ ഇന്ന് കുറച്ച് അയച്ചു കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ എപ്പോഴും ഇടുന്ന കണക്കല്ല, കമ്മലൊക്കെ ഒന്ന് മാറ്റിയല്ലേ ചു? യൂസ് ചെയ്യാറില്ല. കമ്മൽ ഹെവി കമ്മലാണ് ഇട്ടത്. കൊള്ളാം, ഒരു അതെ കൊള്ളാം. അതുകൊണ്ട് മാല എങ്ങനെ വലിയ മാല നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു കുഞ്ഞു താലി മാലയാണ്. നമ്മുടെ ഗുരുവായൂർ പോയി കിട്ടിയ കണ്ട കുഞ്ഞു താലി, ഈ താലിയാണ്. അപ്പോൾ ഇതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിലും നമുക്ക് ഗോൾഡ് ഓവറായിട്ട് ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് താല്പര്യമില്ല. പേടി എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഗോൾഡിന് വില കൂടുതലാണ്. മോഷണങ്ങൾ ഒരുപാട് നടക്കും. കഴുത്തിൽ ലോങ് ചെയിൻ കിടക്കുമ്പോൾ ആൾക്കാർ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും നല്ലത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്, കുഞ്ഞുമാല. അത് അവരവരുടെ ഇഷ്ടമാണ്. എങ്കിലും നമ്മൾ പറയുക, ഇപ്പം നടക്കുന്ന ഒരു സംഭവം വെച്ചിട്ട് പറയുക, കുഞ്ഞുമാല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അല്ലേ, കുറച്ചുകൂടെ ഇത് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ കഴുത്തിൽ കിടക്കുന്നതൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ നല്ല മറ്റേ എന്താ പറയുക, ചെറിയ നൈസ് മാലകളൊക്കെ, നൈസ് എന്ന് പറഞ്ഞാൽ പൊട്ടാത്ത 18 ക്യാരറ്റിൻ്റെയും കിട്ടും, 22-ൻ്റെയും കിട്ടും. അത് കണക്ക് ഏതെങ്കിലുമൊക്കെ മേടിച്ചിട്ടാൽ കുറച്ചുകൂടെയൊക്കെ ഈ പറഞ്ഞ പോലെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പയ്യെ നടന്ന് ഞാൻ ബാക്കി റിസോർട്ട് കാണിച്ചു തരാം. നമ്മളിത് ഇവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി ഇതാ ഈ ബാഗ്, ഈ ഒരു ബാഗ് ഉണ്ടോ, ഈ ബാഗ് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ പരിപാടി. ഓരോ സ്ഥലങ്ങളിൽ പോയി നിൽക്കുക, ഇത് കണക്ക് ഫോട്ടോ എടുക്കാൻ പറയുക, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ, റീൽ എടുക്കുക. ഇതാണിപ്പോൾ എൻ്റെ മെയിൻ പരിപാടി അല്ലേ. കണ്ട, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വിടുമ്പോൾ എന്ത് ഫോട്ടോ ആണോ വീഡിയോ ആണോ എന്ത് എടുക്കുക, എന്ത് വീഡിയോ, ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ. കണ്ട, ഷോർട്ട് വീഡിയോ. എന്തിനാ ഷോർട്ട് വീഡിയോ? ഞാൻ എടുത്തുതരാം, ഒരു മിനിറ്റ്. ഊഞ്ഞാല് കിട്ടി. അങ്ങനെ ഊഞ്ഞാലി വന്ന് ഇരിക്കും കേട്ടോ. ഇവിടെ അടിപൊളി, ഇവിടെ ഫോട്ടോ എടുക്കാൻ സൂപ്പർ കേട്ടോ. ഇഷ്ടംപോലെ എടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ ഊഞ്ഞാലി വന്നിരിക്കുക വെച്ചു, വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം അതെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് കാറ്റുള്ള ചൂടെടുക്കുന്നത്, നല്ല സുഖമുണ്ട്. അതാണിപ്പോൾ ഏറ്റവും വലിയ പാട്, ഷോൾ പിടിച്ചിട്ടുണ്ട്. ഇവരുടെ ഒരു സെറ്റപ്പ് കേട്ടോ, ഈ ഒരു സെറ്റപ്പ് പോയിക്കണം കേട്ടോ. ഇതിങ്ങനെ കായൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയൊരു സെറ്റപ്പ് കേട്ടോ. അടിപൊളി, അച്ചോട്ടിരിക്കുന്നുണ്ട്. നല്ല നൈറ്റിലൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു സംഭവം. അത് മാത്രമല്ല, വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ഇതുണ്ടോ, ഇവിടെ വന്നിരുന്നപ്പോഴുണ്ട്. ഇതിനകത്ത് മറ്റേ മീനിൻ്റെ കൃഷി ചെയ്യത്തില്ലേ, അതാ സംഭവം. കൃഷി ചെയ്ത് ഇവിടുന്ന് മീൻ കൃഷി, പിന്നെ അവിടുത്തെ ചൂണ്ടയിടുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത്. പിന്നെ കായലുണ്ടോ. അപ്പം ഇത് ഏത് കായലാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഏത് ഭാഗം വരുമെന്ന് വെച്ചാൽ അതൊന്നും എനിക്കറിയില്ല. അപ്പം ഇത് പക്ഷേ സെറ്റപ്പ് അടിപൊളിയാണ്. ഞാൻ ഒന്ന് വൈഡ് കാണിച്ചു തരാം. കണ്ടോ, നല്ല സെറ്റപ്പ്. ഇവിടെ ഫുള്ള് നല്ല അടിപൊളിയാണ്, കാണാനൊക്കെ അടിപൊളി. ഇവിടെ വന്നിരുന്ന് ഇവരെനിക്കൊന്ന് പാക്കേജിനകത്ത് ഫുഡ് സെർവ് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. ഒരു പ്രത്യേക ആംബിയൻസാണ്. അച്ചു വൈറ്റ് ഇട്ടേക്കുന്നുണ്ട്, ഇതിനകത്ത് ഇരുന്നിട്ടൊരു ഭംഗി അറിയാത്തത്. പക്ഷേ അടിപൊളിയാണ്. ഇവിടെ ഈവനിങ്ങിന് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നതായിട്ട്, രാവിലത്തെ കഴിഞ്ഞ് ഈവനിങ്ങിന് വന്നത് സംഭവം. അവിടെ ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കോപ്പി റൈറ്റ് സോങ്ങും അതുകൂടാണ്ട് ഭയങ്കര വെട്ടം, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ തിരിച്ചു പോകല്ലേ, ഞാനിവിടെ ഉണ്ട്, തിരിച്ചു പോകാം. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാം. ഓക്കെ, ഈ റിസോർട്ടാണ് കേട്ടോ. റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, റിസോർട്ടല്ലേ ഇത്. സംഭവം അടിപൊളി കേട്ടോ. ഇൻറ്റീരിയറൊക്കെ കിഡിലകത്തൊക്കെ അടിപൊളിയാക്കി ഇട്ടേക്കും, സൂപ്പറാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അച്ചു ക്ഷീണിച്ചോ? തളന്ന്. അയ്യോ, ഇതിൻ്റെ ബാക്കിൽ കായൽ നമുക്ക് ഇപ്പോൾ രാവിലെ കാണിച്ചു തന്നായിരുന്നു ബാക്കിയൊക്കെ. നൈറ്റ് നല്ലൊരു വൈബാണ് അല്ലേ, നൈറ്റ് നല്ലൊരു വൈബാണ് ഇവിടെ കാണാൻ. അയ്യോ സ്റ്റീപ്പാണ് ഭയങ്കര, കണ്ടോ. അപ്പോൾ നമുക്ക് പോവാം.